നടി ബീന ആന്റണി ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബീന ആന്റണി എന്താണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടിയതാണ്. സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ 2-3 വർഷം അടുപ്പിച്ച് കിട്ടിയതാണ്. പിന്നെ അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങൾ. അപ്പോൾ ഒരു ചെറുതായിട്ടെങ്കിലാണെങ്കിലും ഞാൻ ഒരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് മറ്റുള്ള ഇപ്പോൾ കുറേ വേറെ ഇപ്പം എന്നെപ്പറ്റി പറഞ്ഞ ഈ ടീമിനെയൊക്കെ പോലെ ഇപ്പം ഇങ്ങനത്തെ കുറേ പിന്നാമ്പുറക്കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് എന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ അവരുടെ സംസ്കാരം, അത് അവരുടെ അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ ആയിരിക്കും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ ബീന ചേച്ചി വളരെ മാന്യമായി അവള് ലോകപേഴയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായോ? നീ നിന്റെ തൊട്ടിത്തരമായിട്ട് ഇങ്ങോട്ട് വരണ്ടേ എന്നാണ് പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത്. എന്തായാലും നമ്മുടെ മിന്നു ആന്റിക്ക് ഇത്രയും ബീന ചേച്ചി കേസ് കൊടുത്തിട്ടുണ്ട്. എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ ഒരു കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ കേസ് കൊടുക്കുന്നത് എൻ്റെ പേര് പറഞ്ഞിട്ട്. കാരണം എൻ്റെ ഹസ്ബൻഡ് മനു ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഭർത്താവാണെന്നറിയില്ല ആരോ ഒരാളും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പും പിന്നെ അവർ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ബീന ആന്റണിയുടെ ഭർത്താവ് നമ്മുടെ മിന്നു ആന്റിയെ പറ്റി പുള്ളിക്കാരൻ യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് രോക്ഷം കൊണ്ടിട്ടാണ് ഇവർ ബീന ആന്റണിയെ പറ്റി കുറെ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. ബീന ആന്റണിയുടെ പാസ്റ്റ് ജഗഞ്ഞുകൊണ്ട് ആവശ്യം നമുക്കില്ല. അവരിപ്പോൾ അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ടോ ഇല്ലോ നോക്കിയാൽ മതി. ചുരുക്കം പറഞ്ഞാൽ ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മിന്നു ആന്റിയാണ്. അവർ കാരണം അവരുടെ നൈബേഴ്സിന് പോലും അവിടെ സ്വസ്ഥത കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഇന്നലത്തെ ആ ഒരു വോയിസിനകത്ത്, അവരുടെ നൈബറിന്റെ വോയിസിനകത്ത് കൃത്യമായി അത് പറയുന്നുണ്ട്. മാത്രമല്ല ഇവർ എന്താണ് ഈ ബീന ആന്റണിയെ പറ്റി പറഞ്ഞതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. ഇവന്റെ ഭാര്യയെ ഈ മറ്റേ ചന്ദ്രനിൽ നിന്ന് നൂലിൽ കെട്ടി ഇറക്കിയതാണ് അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ട്. ബീന ആന്റണിയെ കുറിച്ച് ഇവിടെ ആർക്കാണ് അറിയാത്തത്? എറണാകുളത്തെ പോസ്റ്റുകൾക്ക് വരെ അറിയാം. ഈ പറയുന്ന വ്യക്തി, എനിക്കറിയില്ലായിരുന്നു ഈ പറയുന്ന വ്യക്തി ആരായിരുന്നു. നമ്മുടെ ഇന്നലത്തെ കമന്റ് സെക്ഷൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഈ അദ്ദേഹമാണ് ഗൈസ് മിന്നു മുനീറിന്റെ കെട്ടിയനായിട്ടുള്ള മുനീർ. ഇദ്ദേഹം ഇതിനകത്തൊരു ഡയലോഗ് പറയുന്നുണ്ട്, ബീന ആന്റണിയെ ചന്ദ്രനിൽ നിന്ന് നൂല് കെട്ടി ഇറക്കിയതാണെന്ന്. നമ്മുടെ മിന്നു ആന്റിയെ ഏത് പൊട്ടക്കടത്തിൽ നിന്ന് പൊക്കി എടുത്തതാണെന്നോട് അണ്ണം പറയണം. എന്ന് നമുക്ക് അറിയില്ല ഇത് എവിടുന്ന് പൊങ്ങി വന്നെന്ന്.